നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്ന് ഒരുപാട് സ്റ്റോറീസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു രസമുള്ളൊരു സ്റ്റോറിയുണ്ട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു സംഘനൃത്തം വേദിയിലെത്തി. ആ സംഘനൃത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ MTയുടെ തിരക്കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സംഘനൃത്തമായിരുന്നു അത്. തീർച്ചയായും MTയുടെ തിരക്കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഘനൃത്തം എന്ന് പറയുമ്പോൾ അത് MT വാസുദേവൻ നായർക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തിക്കുള്ള ആദരവ് കൂടിയായി മാറുകയായിരുന്നു. ഇന്ന് 63ാമത് എഡിഷനിൽ എത്തി നിൽക്കുമ്പോൾ, സംസ്ഥാന സ്കൂൾ കലാമേള എത്തി നിൽക്കുമ്പോൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കൊപ്പം തന്നെ സഞ്ചരിക്കും എന്നുള്ള ഒരു സന്ദേശം അതുകൂടിയായിരുന്നു കാണികൾക്ക് നൽകിയത്. നമുക്ക് ഏതായാലും ആ റിപ്പോർട്ട് ഒന്ന് കാണാമല്ലേ? മാനസയുടെ റിപ്പോർട്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം ഞാൻ അറിയുന്ന നിളാനദിയാണ്. വേദിയൊന്ന് MT അറിയുന്ന MTയുടെ പ്രിയപ്പെട്ട നിള. അതേ വേദിയിൽ നിറഞ്ഞു നിന്നതും MT. ഒരു വടക്കൻ വീരഗാഥയും വൈശാലിയും ഒന്നിച്ച് MT തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിളാനദിയിൽ അലിഞ്ഞൊഴുകി. MTയുടെ തിരക്കഥകളിൽ നിന്നിറങ്ങി വന്ന ഓരോ കഥാപാത്രവും അരങ്ങിനെയും ഉണർത്തി. പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ ചരിത്രത്തിൽ ചതിയനായി വാണ ചന്തുവിനെയും, രണ്ടാം അധ്യായത്തിൽ വശ്യമോഹന സുന്ദരിയായ വൈശാലിയും നിളാനദിയിൽ ഒരിക്കൽ കൂടി MTക്കൊപ്പം ഉയർത്തെഴുന്നേറ്റു. MTയുടെ ആദരസൂചകമായുള്ള വേദിയിൽ തന്നെ സംഘനൃത്തം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും. സാറിന് ആദരവ് പോലെ സാറിന്റെ തിരക്കഥകൾ ചെയ്തതാണ്. സ്റ്റേജ് തന്നെ കിട്ടി, അതിന്റെ ഭയങ്കര ഭാഗ്യം, ഭയങ്കര ഹാപ്പി ആയി. അതുകൊണ്ട് അതെ, കോഴിക്കോട് തന്നെ വരുന്നത്, അപ്പൊ ഭയങ്കര ഹാപ്പി, എല്ലാം കൊണ്ടും അടിപൊളി. MTക്ക് അത്രമേൽ പ്രിയപ്പെട്ട നിലയിൽ അദ്ദേഹത്തിന്റെ തിരക്കഥകളിലൂടെയല്ലാതെ പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കേണ്ടത്? സജു കാഞ്ഞിരംകുളത്തിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.